നമുക്ക് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും, അത് 7-ാം വാക്യത്തിലും അത് തന്നെ നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുകയും. ഹഗ്ഗായി പ്രവചിക്കുന്ന കാലം നമുക്കറിയാം. ഇസ്രായേൽ മക്കള് ഏകദേശം 1000 വർഷത്തോളം അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞപ്പോൾ BC 586 അവരെ ബാബേൽ പ്രവാസത്തിനായിട്ട് അയച്ചു. അവിടെ അവര് വളരെയധികം കഷ്ടമനുഭവിച്ചു. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കുഞ്ഞുങ്ങളെ പാറയിൽ അടിച്ചു കൊല്ലുകയും മനുഷ്യനെ തൊലിയിരിച്ച് വെയിലത്തിടുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് പീഡകൾ ഏറ്റു. ദൈവം കരുണ കാണിച്ചു അവരെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം വിട്ട ഒരു പ്രവാചകനാണ് ഹഗ്ഗായി. BC 760 കാലഘട്ടത്തിലാണ് താന് ഈ പ്രവചനങ്ങൾ നടത്തുന്നത്. അത് നമുക്കറിയാമല്ലോ. അപ്പൊ ഹഗ്ഗായി അവരോട് പറയുക, നിങ്ങളുടെ വഴികളെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുവേൻ. എക്സാമിൻ യുവർ ഡേയ്സ്. നിങ്ങളുടെ ദിവസങ്ങളെ ഒന്ന് പരിശോധിക്കണമെന്ന് അളന്നു തൂക്കി നോക്കണം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം. ഇത് ദൈവം ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഏതാനും വാക്യങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും ഇതേ ആശയം നമ്മൾ കാണുന്നുണ്ട്. യിരെമ്യാവ് 8:6, ജെറമ്യാ 8:6. അവർ നേര് സംസാരിച്ചില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താന്റെ വഴിക്ക് തിരിയുന്നു. താഴോട്ട് വായിച്ചാലും ഇവരുടെ ജീവിതത്തിലെ അപച്യുതികളെ കുറിച്ച്. അതുകൊണ്ട് ദൈവം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. നമ്മള് സങ്കീർത്തനം 119:59 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ദിവസങ്ങളെ ഞാൻ വിലയിരുത്തുന്നു എന്ന് പറയുക. അതുപോലെ ധാരാളം വാക്യങ്ങളുണ്ട്. വിലാപങ്ങള് 3:40 വിലാപം എഴുതിയത് യിരെമ്യാവാണല്ലോ. യിരെമ്യാവ് അവര് തങ്ങളുടെ ജീവിതത്തില് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിന്റെ കുഴപ്പങ്ങളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ അനേക വാക്യങ്ങളുണ്ട്. മാത്രമല്ല ഭക്തന്മാര് ദൈവത്തോട് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണമേ എന്ന് പറയുന്ന അനേക ഭാഗങ്ങളും ബൈബിളിലുണ്ട്. സങ്കീർത്തനം 26:2, അതുപോലെ തന്നെ 139:23, Psalms 26:2, Psalms 139:23. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. മാത്രമല്ല സദൃശവാക്യം 20-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തില്, Proverbs 20:27 എന്റെ ആത്മാവ് എന്നെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ശോധന ചെയ്യാനായിട്ടുള്ള ഒരു ഇൻബിൽറ്റ് മെക്കാനിസവുമായിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആ മെക്കാനിസം എന്ന് പറഞ്ഞാൽ 110-ാം സങ്കീർത്തനത്തിൽ ദൈവമേ എന്നെ ശോധന ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് ഈ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ആത്മാവ് ദൈവാത്മാവിന്റെ സ്വാധീനത്തില് സ്വയം പരിശോധിച്ച് അവരുടെ നാളുകളെ എണ്ണാനായിട്ട് പഠിക്കണം. നമ്മള് 90-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തില് മോശയുടെ പ്രസ്താവന, പ്രശസ്തമായ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മലയാളത്തിൽ പഠിപ്പിക്കണമെന്നല്ല, പക്ഷെ ഒറിജിനലിലൊക്കെ പഠിപ്പിക്കണമേ എന്ന് തന്നെയാ. ദൈവമേ എന്റെ ജീവിതം മുഴുവൻ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, എന്റെ നാളുകളെ എണ്ണുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. മോശയുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് വിവിധ ദശാസന്ധികളില് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് എങ്ങനെയുണ്ട് ഈ ജീവിതം എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. മോശ എപ്പോഴാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? മിക്കവാറും സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലെ ആ വലിയ ആ പിറുപിറുപ്പ് കഴിഞ്ഞ് ദൈവത്തിന്റെ ശിക്ഷയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം 20 വർഷം
ഇവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കണം മോശ ഇത് പറഞ്ഞെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ കോപത്തിൽ കഴിഞ്ഞുപോയി, ദൈവമേ എൻ്റെ നാളുകളെ എണ്ണുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാളുകളെ എണ്ണുവാൻ, കണക്കെടുക്കുവാൻ, എൻ്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കുവാൻ, ഇനി എനിക്ക് എത്ര ദിവസം കിട്ടാനുണ്ട് എന്ന് നോക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് 50 വയസ്സ് ഇപ്പോഴുണ്ടെങ്കിൽ ഇനി ലഭിക്കാൻ പോകുന്നത് 50,000 ദിവസം മാത്രമാണ്. നമുക്ക് 25 വയസ്സാണെങ്കിൽ 18,000 ദിവസമാണ്. ഇതിലൊരു 1/3 ഉറങ്ങിത്തീരും. അതിൽ വേറൊരു ഭാഗം ആഹാരത്തിനായിട്ട് ചെലവഴിക്കും, വേറൊരു ഭാഗം നമ്മുടെ ഡെയിലി റൊട്ടീനായിട്ട് ചെലവഴിക്കും. പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മുടെ നാളുകളെ നമ്മൾ ശരിക്കും എണ്ണുകയാണെങ്കിൽ, കർത്താവേ എൻ്റെ മുന്നിലുള്ള സമയം വളരെ കുറവാ, ഞാൻ ഇങ്ങനെ പോരാ, ഇങ്ങനെ ആയാൽ പോരാ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ വരും എന്നുള്ളതിന് നമുക്ക് ഒരു സംശയവുമില്ല. ദൈവത്തിന്റെ കോപത്തില് നമ്മുടെ നാളുകൾ കടന്നു പോവുക. എന്തേ ദൈവം അങ്ങനെ കോപിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ നേടേണ്ട ജീവിത വിശുദ്ധി നേടുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ ശുശ്രൂഷ രംഗത്ത് വളരേണ്ടതുപോലെ വളരുന്നില്ല, നമ്മുടെ ചുമതലകൾ നിർവഹിക്കുന്നില്ല. ഇങ്ങനെ അനേക മേഖലകളില് നമ്മൾ കുറ്റം ചെയ്ത് ദൈവസന്നിധിയിൽ കുറവുള്ളവരായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. മാത്രമല്ല, ഇത് ദൈവം വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതി തന്നെയാണ്. നമ്മുടെ നാളുകളെ ഇടയ്ക്കിടയ്ക്ക് എണ്ണണം, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, എവിടെ ഞാൻ തെറ്റിപ്പോയെന്ന് കണ്ടുപിടിക്കണം, മിഡ് ടൈം കറക്ഷൻസ് വരുത്തണം. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ നാളുകളെ നമ്മൾ ഉപയോഗിക്കണം. നമ്മള് 1 തിമോഥെയോസ് 5:19 തൊട്ടുള്ള വാക്യങ്ങളില് നമുക്ക് ദൈവം തന്നിട്ടുള്ളതൊക്കെ അത് ദൈവരാജ്യത്തില്, സ്വർഗത്തില് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കാനായിട്ടാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ബിൽഡിങ്ങില് എന്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞു? ശരിയാണ്, സ്വർഗത്തിൽ നമ്മുടെ വീട് പണിയുന്നത് കർത്താവാണ്, അവൻ നമുക്ക് ഭവനം ഒരുക്കാൻ പോയിരിക്കുന്നു. പക്ഷേ അതിനു വേണ്ട ഇഷ്ടികയും മരവും ഒക്കെ കൊടുത്തുവിടേണ്ടത് നമ്മളാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിന് വേണ്ടിയുള്ള ത്യാഗങ്ങളും നമ്മൾ ചുമക്കുന്ന കർത്താവിന് വേണ്ടി ചുമക്കുന്ന കുരിശുകളും ഒക്കെയാണ് സ്വർഗത്തിലെ നമ്മുടെ ഭവനത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇയർ എന്നൊക്കെ പറയുന്നതിന് പറ്റിയൊരു സമയമാണ്. വർഷം ആരാ സൃഷ്ടിച്ചേ? വർഷം ദൈവം സൃഷ്ടിച്ചതാ. ആഴ്ചയും ദൈവം അല്ലേ? ഈ ആഴ്ചയെക്കുറിച്ച് ആദ്യം നമ്മൾ വായിക്കുന്ന ഇവിടെ ഉൽപ്പത്തി 1 അല്ലേ? ഇനി ദിവസമോ? അതും ദൈവം സൃഷ്ടിച്ച അല്ലേ? ഭൂമി അതിന്റെ അച്ചുതണ്ടില് ഒരു പ്രാവശ്യം കറങ്ങുന്നതാണ്. അപ്പം വർഷം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്, ദിവസം എന്ന് പറയുന്നത് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത്, അതുപോലെ തന്നെ ആഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രമം. ഇതെല്ലാം ദൈവത്തിന്റെ ക്രമങ്ങളാണ്. ദൈവത്തിന്റെ ക്രമങ്ങളിലുള്ള ഈ ഏകകങ്ങള് നമുക്ക് ചിന്തിക്കാനും തീരുമാനം എടുക്കാനും വളരെ സൗകര്യമാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ വളരെ നല്ലതാണ്. അത് തന്നെയാണ് ആവശ്യം. അതിനു വേണ്ടിയൂടാണ് തിരുവത്താഴം തന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഈ അപ്പം മുറിക്കുന്നതിന് മുമ്പെങ്കിലും കുഞ്ഞെ നിന്നെ ഒന്ന് പരിശോധിക്ക്, വിശുദ്ധിയിൽ നീ എത്ര വളർന്നിരിക്കുന്നു, നിന്നിൽ എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴ് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കാനായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെ ഇരുന്നു എന്ന് പരിശോധിക്കാനായിട്ട് നമുക്കെല്ലാം ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിന് പറയുന്നത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, മോഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന. അപ്പൊ സമയ പ്രവർത്തന പഠനം, നമുക്ക് ഒരു സമയ പ്രവർത്തന പഠനം നടത്തിയാൽ കഴിഞ്ഞ വർഷം എങ്ങനെയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ ഈ സമയപ്രവർത്തന ദിവസം? ആരും ഒരു നിർബന്ധവും വെക്കാത്ത ഒരു ശരാശരി ദിവസം. നിർബന്ധം എന്ന് പറഞ്ഞാൽ എന്നാ? രാവിലെ ഭാര്യ മനുഷ്യ പോയി പാല് മേടിച്ചോണ്ടോ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 8:30 മണിക്കോ അല്ലെ 9 മണിക്കോ പോയി പാല് മേടിക്കാൻ എഴുന്നേക്കുന്ന ആ എഴുന്നേപ്പല്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് പടിയിടാ എന്നും പറഞ്ഞ് ഇട്ട് ഉരുട്ടി അവസാനം 9:45 എഴുന്നേക്കുന്ന ആ കാര്യമല്ല. വോളണ്ടറി ആയിട്ട് എനിക്ക് ഫ്രീഡം കിട്ടിയാൽ ഒരു ആവറേജ് ദിവസം ഞാൻ എന്തു ചെയ്യും എന്നുള്ളത് ഒരു കടലാസിൽ എഴുതി വെക്കുന്നതാ. നമുക്ക് ഒരു ആവറേജ് ദിവസം എന്ന് പറഞ്ഞാൽ എന്നാ? ആവറേജ് ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ധൃതിയൊന്നുമില്ലാത്ത ഒരു ദിവസം, കല്യാണത്തിന്റെ തലേദിവസം ആവറേജ് ദിവസം അല്ല.
പരീക്ഷയുടെ തലേദിവസം ആവറേജ് ദിവസം അല്ല. അപ്പൊ ആവറേജ് ദിവസം എന്താ? വേറെ നിർബന്ധമൊന്നുമില്ല, വേറെ ധൃതിയൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് കണ്ടുപിടിച്ചാൽ എൻ്റെ സമയവിനിയോഗത്തെക്കുറിച്ച് എനിക്കൊരു ഒരു 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 ഉദ്ദേശം കിട്ടും. അപ്പൊ അതിനാണ് ഈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ഒരു ആവറേജ് ദിവസം എടുക്കണം. ഇപ്പൊ എടുത്താൽ മിനിഞ്ഞാന്നോ അല്ലേ, ചൊവ്വാഴ്ച അത്ര കറക്റ്റ് ആകുകയില്ല, ബൈബിൾ ക്ലാസ് ഉള്ളത് കൊണ്ട് ഒരു 1.5 മണിക്കൂർ കൂടുതൽ ദൈവത്തിന് വേണ്ടി ചിലവാക്കുക. തിങ്കളാഴ്ച തന്നെ എടുക്കാം. സഭായോഗം ഒന്നുമില്ല, എന്നോട് ആരും എഴുന്നേക്കാൻ പറഞ്ഞില്ല, ഒരു ജോലി എനിക്കില്ലായിരുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ദിവസം ഉപയോഗിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നൊരു പഠനം നടത്തി നോക്കുക. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നേ? സമയബന്ധിതമായിട്ട് എഴുതണം. 6 മണിക്ക് എഴുന്നേറ്റു, 6 തൊട്ട് 6:30 വരെ ഡെയിലി റൊട്ടീൻ അത് ചെയ്യുന്നവർക്ക് അല്ലെ, പല്ല് തേക്കുക, കുളിക്കുക, മുഖം കഴുകുക, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ 6:30 തൊട്ട് 6:32 വരെ പ്രാർത്ഥന, 6:32 തൊട്ട് 6:34 വരെ ക്വയറ്റ് ടൈം, വചന പഠനം. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ ന്യൂസ് പേപ്പർ. ഇത് എഴുതി വയ്ക്കുക, എത്ര തൊട്ട് എത്ര വരെ എന്ത് ചെയ്തു ഒരു ആവറേജ് ദിവസത്തില്. അവസാനം രാത്രി 8 തൊട്ട് 2:30 വരെ മൊബൈൽ തോണ്ടി. അത് കഴിഞ്ഞ് മാത്തനിതാ മലക്കുന്നു കാത്തോണേ കർത്താവ് എന്ന് പറഞ്ഞ് ഉറങ്ങി. എന്നിട്ട് വീണ്ടും രാവിലെ 7:30, 8:30, 9:30, 10:30 എഴുന്നേറ്റു, വീണ്ടും തദൈവ. ഒരു ശരാശരി ദിവസത്തിലെ നമ്മുടെ ചര്യകള് ഒരു കടലാസിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ കടലാസ് മുന്നേ വെച്ചോണ്ട് നമ്മളോട് തന്നെ 4 ചോദ്യങ്ങൾ ചോദിക്കുക. only 4 questions, 4 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെങ്കിലും ഇല്ലാതെ ഇരിക്കുന്നുവോ? ഈസ് there something which ought to have been there but not there? ഉണ്ടാകേണ്ടതായിരുന്നു എൻ്റെ ഇന്നത്തെ ഈ ചര്യയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ചര്യയിൽ, ഒരു ശരാശരി ദിവസത്തെ ചര്യയിൽ ഉണ്ടായിരിക്കേണ്ട ചിലതില്ല. എന്തൊക്കെയായിരിക്കും? ശാപ്പാട് അതില്ലാതെ വരികയില്ല, എങ്ങനെയായാലും കാണും. 3-5 നേരം കഴിച്ചു കാണും അല്ലെ, ശാപ്പാട് കാണും. പിന്നെ എന്തൊക്കെയാ ഇല്ലാതെ വരുന്നത്? സാധാരണ ചിലപ്പം ബൈബിൾ വായിച്ച് കാണുകയില്ല, ചിലപ്പം പ്രാർത്ഥിച്ച് കാണത്തില്ല, ചിലപ്പം സുവിശേഷീകരണത്തിനായിട്ട് ഒരു ചുക്കും ചെയ്ത് കാണത്തില്ല, യോഗത്തിന് പോയി കാണത്തില്ല. ഇങ്ങനെ ഓരോ മേഖലകളിൽ കുഴപ്പം കാണും. അതാണ് ഒന്നാമത്തെ ചോദ്യം. ought to have been there but not there. ഉണ്ടായിരിക്കേണ്ട ചില ഐറ്റങ്ങള് എൻ്റെ ഇന്നത്തെ ഈ ആവറേജ് ദിവസത്തെ ചര്യയിലില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തുവാ? ought not have been there but there. പാടില്ലായിരുന്നു പക്ഷേ ഉണ്ട്. ഇവിടുത്തെ യുവാക്കന്മാർ പലരും പുതപ്പൊക്കെ മൂടിയിരുന്ന് ഒരു ടെന്റൊക്കെ ഉണ്ടാക്കിയിട്ട് മൊബൈലിൽ ചില സാധനങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല, ഞാൻ പൊതുവേ ഉള്ള യുവാക്കന്മാരെ കുറിച്ച് പറഞ്ഞതാ. അതൊക്കെ ought not have been there but there. എന്റെ ജീവിതത്തില് ശരിയല്ലാത്ത ചര്യ, പരദൂഷണത്തിന് 1.5 മണിക്കൂർ എടുത്തു, പോർണോഗ്രഫി കാണാൻ ഇത്ര സമയം എടുത്തു, ought not have been there but there. ഇനി മൂന്നാമത്തേത്, things for which sufficient time was not given. ഏതൊക്കെ കാര്യത്തിന് കൊടുക്കേണ്ട സമയം കൊടുത്തില്ല? ഞാൻ മുമ്പേ പറഞ്ഞ 1.5 മിനിറ്റ് പ്രാർത്ഥന, 2.5 മിനിറ്റ് ക്വയറ്റ് ടൈം, ഇതെല്ലാം അതിനകത്ത് വരും. അല്ലെങ്കിൽ എക്സസൈസ്, ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള അനേക കാര്യങ്ങള്. കൊടുക്കേണ്ട സമയം കൊടുക്കാത്തത് എന്തൊക്കെയാണ് എൻ്റെ ഒരു ആവറേജ് ദിവസത്തിലുള്ളത്? നാലാമത്തെ ചോദ്യം, വാട്ട് ആർ the things for which I gave more than adequate time. ആവശ്യത്തിൽ അധികം സമയം കൊടുത്ത ഏതെങ്കിലും ഉണ്ടോ? ചില വിദ്വാന്മാരുണ്ട്, കുളിക്കാൻ കയറിയാൽ 1.5 മണിക്കൂറാ. എത്ര ന്യായമായ സമയം കുളിക്കുന്നതിന്റെ? ഇവിടെ പല ഡോക്ടേഴ്സും ഒക്കെ ഇരിപ്പുണ്ടല്ലോ. മേ ബി 5 to 7 minutes. ഈ രാസവസ്തു എല്ലാം തേച്ചിട്ട് ചൂടുവെള്ളത്തിന്റെ കീഴിൽ നിന്നാല് ഇത് മുഴുവൻ ഉള്ളിലേക്ക് ഇറങ്ങുക. ഒരു കാര്യത്തിന് കൊടുക്കേണ്ടതിലധികം സമയം കൊടുക്കുക, അതെപ്പോഴും കുഴപ്പമാണ്. ഇതുപോലെ പലതും കാണും. ചിലർ രാവിലെ 6-ന്റെ ന്യൂസ് കാണും, 7-ന്റെ കാണും, 8-ന്റെ കാണും, 9-ന്റെ കാണും, 10-ന്റെ കാണും. കണ്ടാ തോന്നും ഈ പുള്ളി യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കാൻ പോവാന്ന്. എല്ലാ വിഷയങ്ങളും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെ ചിലര് പത്രം 3 പ്രാവശ്യം വായിക്കുന്നവരൊക്കെ ഉണ്ട്. ചെയ്യേണ്ടതിലധികം ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തോളുക, യു ആർ കട്ടിങ് സംതിങ് എൽസ്. നിങ്ങൾ വേറെന്തോ അത്യാവശ്യമുള്ളത് ചെയ്യാതെ ഇരിക്കുക. ഈ 4 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുക. എന്നിട്ടോ ഒന്നാമത്തെ ഇതില് ഉണ്ടാകേണ്ടതുണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ഇറ്റ് ടുഡേ.
ഇന്നൊരു നല്ല ദിവസമല്ലേ? ബൈബിള് സ്ഥിരമായിട്ട് വായിക്കുന്ന സ്വഭാവമില്ലേ? കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം പോലും വായിക്കാൻ കഴിഞ്ഞില്ലേ? ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലെങ്കിൽ ടേക്ക് ദ ഡിസിഷൻ, ഇമ്മീഡിയറ്റ് ഡിസിഷൻ ടു സ്റ്റാർട്ട് ഇറ്റ്. ആരംഭിക്കുക. ഇനിയും വേണ്ടാത്ത കാര്യം വല്ലതും ലിസ്റ്റിൽ ഉണ്ടെങ്കിലോ കട്ട് ഇറ്റ്, നിർത്തുക. അതിനിയും അടുത്ത ഡിസംബർ 32 വരെ ഒന്നും കാത്തിരിക്കണ്ട. സ്റ്റോപ്പ് ഇറ്റ് ടുഡേ. പിന്നെ മൂന്നാമത്തെ, സഫീഷ്യന്റ് സമയം കൊടുക്കാത്തത്. പ്ലാൻ യുവർ ടൈം. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യണം. പഠനത്തിന് വേണ്ടി കൊടുക്കേണ്ടത് പഠനത്തിന് വേണ്ടി കൊടുക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. എവിടെയൊക്കെ പരാജയം വന്നിരുന്നു എന്ന് കണ്ടുപിടിച്ച് ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം. പ്ലാൻ ഇറ്റ്. നാലാമത്തേത്, ആവശ്യത്തിലധികം സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ റിഡ്യൂസ് ഇറ്റ്, കുറയ്ക്കുക. നിങ്ങൾ ദൈവത്തിന്റെ സമയം കട്ടെടുത്താണ് ഈ മൊബൈലിന് വേണ്ടിയും ടിവിക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയും വിനിയോഗിക്കുന്നതെന്ന് അറിയുക. യു ആർ സ്റ്റീലിംഗ് ടൈം ഫ്രം ഗോഡ്. ദൈവത്തിന്റെ സമയം കക്കുകയാണ്. ഞാനൊരു അടിമയാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് മോചനം തന്നു, ക്രൂശിൽ എനിക്കായിട്ട് മരിച്ചു, എന്നെ വീണ്ടെടുത്തെന്ന് പറഞ്ഞേച്ച്, എന്നിട്ട് ദൈവവുമായിട്ട് ഒരൊടമ്പിടി ചെയ്തേച്ച്, ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയായിരുന്നുള്ളാമെന്ന് ഒരൊടമ്പിടി ചെയ്തേച്ച് ഉഴപ്പാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഒരവകാശവുമില്ല. അത് അവിശ്വസ്തതയാണ്. ഞാൻ ഇങ്ങോട്ട് വരും, പട്ടാളക്കാര് അവിടെ ഗാർഡ് ചെയ്യുന്ന കാണാം. അവരവിടെ കാണുന്ന ഉറങ്ങിപ്പോയെങ്കിൽ അന്നൊരു 25 റൗണ്ടെങ്കിലും ഓടിക്കും അല്ലേ? ഡ്യൂട്ടിയിൽ അവിശ്വസ്തത കാണിക്കുന്ന പട്ടാളക്കാരന് അത് നെഗറ്റീവ് മാർക്കാണ്, പണിഷ്മെന്റ് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്ത് അടിമകളായിരിക്കാൻ തീരുമാനിച്ചവര്, കർത്താവിനെ യജമാനനായിട്ട് സ്വീകരിച്ചവര് ഉഴപ്പിയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക. എക്സാമിൻ യുവർ സെൽഫ്. മോശ പ്രാർത്ഥിച്ച പോലെ ഇന്ന് ഈ നിമിഷത്തില് ലെറ്റ് us pray to God. God, teach me to count my days. ഞാൻ കഴിഞ്ഞ നാളുകൾ എങ്ങനെ ഉപയോഗിച്ചു? ഇനി എനിക്ക് എത്ര നാളുകളുണ്ട്? ഇതെങ്ങനെ ഉപയോഗിക്കണം? ഇതിന് ഒരു ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ആ പ്രാർത്ഥനയോടുകൂടെ കടന്നു പോകാൻ പറ്റുമോ? ചില തീരുമാനങ്ങൾ എടുത്ത്, കർത്താവേ, ഈ വരുന്ന വർഷം ഞാൻ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്താൻ പോകുന്നു എന്ന് ഒരു തീരുമാനമെടുത്ത് പോകാനായിട്ട് സാധിക്കുമോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ.